ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ സായി രാജാവായിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ പുതിയൊരു ടാസ്ക് ആണ്. സീസൺ 4ലും ഇതേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇതേ ടാസ്ക് നടക്കുന്ന സമയത്താണ് റോബിനും റിയാസും തമ്മിൽ വഴക്കുണ്ടായി അവസാനം റോബിനെ പുറത്താക്കിയത് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ. അതേ ടാസ്ക് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6ൽ കൊടുത്തിരിക്കുന്നത്. ടാസ്ക് ഇങ്ങനെയാണ്: മത്സരാർത്ഥികളിൽ നിന്നും ഒരാളെ രാജാവായിട്ട് തിരഞ്ഞെടുക്കണം. രാജാവിന് ഒരു ചെങ്കോല് കൊടുക്കും, അതേപോലെ തന്നെ ഒരു താക്കോലുള്ള ഒരു മാലയും കൊടുക്കും. മാത്രമല്ല ഒരു കിരീടവും അതേപോലെ തന്നെ ചെറിയൊരു രാജാവിന്റെ വേഷവുമുണ്ട്. ഇത് ധരിച്ചുകൊണ്ട് വേണം അതിലേക്കൂടെ നടക്കാൻ. മാത്രമല്ല രാജാവ് 5 നിയമങ്ങൾ അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. 5 നിയമങ്ങൾ ആവിഷ്കരിക്കണം. നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ടാണ് സായി എല്ലാവരോടുമായിട്ട് പറയുന്നു, ഇനി ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല, എല്ലാവരും ആംഗ്യ ഭാഷയിൽ വേണം സംസാരിക്കാൻ എന്ന് പറയുന്നു. അതേപോലത്തെ 5 നിയമങ്ങൾ രാജാവ് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവരും രാജാവാകാൻ തിരഞ്ഞെടുത്തത് ആദ്യം സായിനെയാണ്. സായിക്ക് 4 വോട്ട് കിട്ടി, ജിൻഡോയ്ക്ക് 3 വോട്ട് കിട്ടി. അങ്ങനെ സായിയാണ് രാജാവാകാൻ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ സായി ആ വേഷമൊക്കെ ധരിച്ച് അതിലേക്കൂടെ രാജാവായി ഇങ്ങനെ വിലസി നടക്കുകയാണ്. പക്ഷേ രാജാവിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. രാജാവിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ചെങ്കോല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാജാവിന് പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. രാജാവിന് ഒരടി പോലും തന്നെ നടക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ കയ്യിലുള്ള ലോക്കറ്റ് മാലയാണ് പോകുന്നതെങ്കിൽ രാജാവിന് സംസാരിക്കാൻ പറ്റത്തില്ല. വേറെ ആരോ കൊണ്ടെങ്കിലും വേണം സംസാരിപ്പിക്കാൻ. അതായത് രാജാവിന് പറയേണ്ട കാര്യങ്ങൾ വേറെ ആൾ പറഞ്ഞിട്ട് രാജാവിന് വേണ്ടി വേറൊരാൾ വേണം സംസാരിക്കാൻ. മാത്രമല്ല അത് രണ്ടും ഒരുമിച്ച് നഷ്ടപ്പെടുകയാണെങ്കിൽ രാജാവിന്റെ അധികാരം പോകുന്നതായിരിക്കും. മറ്റൊരാൾ, അതായത് കൈക്കലാക്കുന്ന ഒരാളായിരിക്കും രാജാവാകുന്നത്. അതാണ് ടാസ്ക്. അടിപൊളി ടാസ്ക് ആണ്. അതായത് അടിപൊളി ടാസ്ക് ആണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം. നല്ല ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആണ്. ആരെങ്കിലും ഒക്കെ ആ ചെങ്കോലും മാലയും കൈക്കലാക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ